കഥയെ ആരംഭിക്കുന്നത് കാങ് തായ്സുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കാങ് തായ്സു ഒരു ലോ ഫേമിൽ ഡെഡ് എൻഡ് പൊസിഷനിൽ ജോലി നോക്കുകയായിരുന്നു. കൃത്യമായ ഒരു പെർമനന്റ് ജോലിയൊന്നുമല്ല. JH എന്നായിരുന്നു തായ്സു ജോലി നോക്കിക്കൊണ്ടിരുന്ന ആ ലോ ഫേമിന്റെ പേര്. എന്നെങ്കിലും ആ ഫേമിൽ ഒരു പെർമനന്റ് പൊസിഷൻ കിട്ടും എന്ന് തായ്സു ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാലും വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടും തായ്സുവിന് അതിൽ സക്സസ്ഫുൾ ആവാൻ സാധിച്ചില്ല. തായ്സുവിന്റെ ലോ ഫേം ആണെങ്കിൽ സ്കാൻഡൽസിന് പിന്നാലെ സ്കാൻഡൽസിൽ ചെന്ന് പെട്ടുകൊണ്ടേയിരുന്നു. എന്തിനേറെ പറയുന്നു, ആ ലോ ഫേമിന്റെ വൈസ് പ്രസിഡന്റായ മിൻചുൾ നിലവിലിപ്പോൾ സ്റ്റോക്ക് മാനിപ്പുലേഷൻ നടത്തി എന്ന പേരിൽ ജയിലിലാണ്. അതായിരുന്നു ഏറ്റവും പുതിയ വിവാദം. അതിനെ തുടർന്ന് അടുത്ത ദിവസം JH ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. പക്ഷെ ആ പ്രതിഷേധമൊന്നും JHലെ ആരും തന്നെ വകവയ്ക്കുന്നുണ്ടായിരുന്നില്ല. തായ്സുവിന്റെ കോളേജ് ഫ്രണ്ടായ സോങ്ങും അതേ കമ്പനിയിൽ അസോസിയേറ്റായി ജോലി നോക്കുന്നുണ്ടായിരുന്നു. എല്ലാ വീക്കെൻഡിലും സോങ് തായ്സുവിനെ ഒരു ഡ്രിങ്കിന് ക്ഷണിക്കും. മറ്റ് കൂട്ടുകാരും അങ്ങോട്ടേക്ക് എത്തിച്ചേരുമായിരുന്നു. പക്ഷേ സക്സസ് ആവാൻ സാധിക്കാത്ത തായ്സുവിന് മറ്റ് കൂട്ടുകാരെ ഫേസ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പതിവായി അത്തരത്തിലുള്ള പരിപാടിക്കൊന്നും പോവാറുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം JHന്റെ CEO ഹാങ് പുറത്തു വന്നപ്പോ പുറത്തുണ്ടായിരുന്ന പ്രതിഷേധക്കാർ ഹ്വാങ്ങിനെ ആക്രമിക്കുന്നത്. ഇത് കുറച്ച് ദൂരെ നിന്ന് തായ്സു നോക്കിക്കണ്ടിരുന്നു. തന്റെ ബോസ് പ്രശ്നത്തിലാണ് എന്ന് കണ്ടതും തായ്സു അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ബോസിനെ രക്ഷപ്പെടുത്താൻ തന്റെ കഴിവിന്റെ പരമാവധി തായ്സു ശ്രമിച്ചു. അതിന്റെ പേരിൽ തായ്സുവിന് പ്രതിഷേധക്കാരിൽ നിന്ന് മർദ്ദനവും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. കാറിൽ കയറി പോവാൻ തുടങ്ങിയ CEO ഹാങ് ആകട്ടെ തായ്സു ചെയ്യുന്ന ഈ പ്രവൃത്തിയൊക്കെ ശ്രദ്ധിച്ചിരുന്നു. തായ്സുവിന്റെ ആത്മാർത്ഥമായ ജോലിയോടുള്ള കൂറും അന്ന് ചെയ്ത പ്രവൃത്തിയും ഒക്കെ പരിഗണിച്ച് തായ്സുവിനെ ഒരു ഡിന്നറിന് ഹ്വാങ് ക്ഷണിച്ചു. അവിടെ ഡിന്നറിന് റുവാക്വാൻ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റും ജയിലിൽ കഴിയുന്ന JHന്റെ വൈസ് പ്രസിഡന്റ് മിൻഹ്യുളിന്റെ സഹോദരിയുമായ മിൻ ചേറിയോങ് അവിടെ ഉണ്ടായിരുന്നു. റുങ് പോയ ശേഷം ഹ്വാങ് തായ്സുവിനോട് സംസാരിച്ചു. തായ്സുവെ പറ്റി അതിനോടകം ഹ്വാങ് കുറച്ചൊക്കെ മനസ്സിലാക്കിയിരുന്നു. തായ്സുവിന് JHൽ നല്ലൊരു സ്ഥാനം ഹ്വാങ് ഓഫർ ചെയ്തു. പെർമനന്റ് എംപ്ലോയിയായി മികച്ച പാക്കേജ് ഒക്കെയുള്ള ഒരു സ്ഥാനം. പക്ഷേ ആ ജോലി തായ്സുവിന് ലഭിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. JHന്റെ കീഴിൽ ഒരു സൂവുണ്ട്. ഡോങ്സാൻ പാർക്ക് എന്നു പേരുള്ള നിലവിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ആ മൃഗശാലയെ വീണ്ടും ആളുകളൊക്കെ എത്തുന്ന ആക്റ്റീവായ ഒരിടമാക്കി മാറ്റുവാൻ 3 മാസം കൊണ്ട് തായ്സുവിന് സാധിച്ചാൽ JHലെ പെർമനന്റ് പൊസിഷൻ തായ്സുവിന് ലഭിക്കും. JHന്റെ UK ബേസ്ഡ് ക്ലയന്റായ ഗബ്രിയൽ ഡിംഗ്ലൂഡാണ് നിലവിൽ ആ സൂ അക്വയർ ചെയ്തിരിക്കുന്നത്. തായ്സുവിന് ഒരിക്കലും ആ ഡീല് വേണ്ടെന്ന് പറയാൻ പറ്റുമായിരുന്നില്ല. ഒരുപാട് അവൻ ആഗ്രഹിച്ച അവസരമാണ് വന്നു കിട്ടുന്നത്. പക്ഷെ 3 മാസം എന്ന കാലാവധി ഒരു കെണിയായി മാറും എന്ന് തായ്സു ചിന്തിച്ചിരുന്നതേയല്ല. തായ്സു പിന്നാലെ സൂവിലേക്ക് പോയി. സൂവിലെത്തിയപ്പോഴാണ് തായ്സു ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ സൂവിൽ ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല. ആകെ അവശേഷിക്കുന്നത് ഒരു പോളാർ ബിയർ ആണ്. അതാണെങ്കിൽ കുറച്ച് അക്രമകാരിയും. പിന്നെയും കുറച്ച് മൃഗങ്ങളുണ്ട്. അതൊന്നും പണമടിച്ചു കാണുവാൻ ആളുകൾ വരുന്ന തരത്തിൽ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള മൃഗങ്ങളുമല്ല. അങ്ങോട്ടേക്ക് എത്തിയ തായ്സു അവിടുണ്ടായിരുന്ന അവശേഷിച്ച മൃഗശാലയിലെ സ്റ്റാഫുകളുമായി സംസാരിച്ചു. മുമ്പുണ്ടായിരുന്ന ഓണേഴ്സിന് ഒരുപാട് കടമുണ്ടായിരുന്നെന്നും കടക്കിണിയിൽപ്പെട്ടപ്പോ വട്ടിപ്പലിശക്കാർ മൃഗങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയതാണെന്നും അവർ തായ്സുവിനോട് വ്യക്തമാക്കി. അവിടെ അവശേഷിച്ച സ്റ്റാഫുകളെ തായ്സു പരിചയപ്പെട്ടു. മുമ്പത്തെ ഡയറക്ടറായിരുന്ന CEO വെറ്ററിനേറിയൻ ഹാൻ ഹായ്ക്യുൻ ഗുൺവോക് എന്നിവരായിരുന്നു അവർ. തായ്സുവാണ് സൂവിന്റെ പുതിയ ഡയറക്ടർ എന്നറിഞ്ഞതും CEO പോകുവാനിറങ്ങി. പക്ഷേ CEOയെ തായ്സു പോവാൻ അനുവദിച്ചില്ല. CEOയുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഈ മൃഗശാലയെ വീണ്ടും ആക്റ്റീവ് ആക്കുവാൻ വേണ്ടി ഉപകാരപ്പെടും എന്ന് പറഞ്ഞ CEOയെ അവിടെ തായ്സു പിടിച്ചു നിർത്തി. സൂ ആക്റ്റീവ് ആക്കുവാൻ ആദ്യഘട്ടത്തിൽ കുറച്ച് മൃഗങ്ങളെ മൃഗശാലയിലേക്ക് ബൈ ചെയ്യുവാൻ അവൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സ്റ്റാഫുകളുമായി സംസാരിക്കുമ്പോഴാണ് തായ്സു അതിലെ അപകടങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരാൾക്കങ്ങനെ വെറുതെ ചെന്ന് അപകടകാരികളായ വന്യമൃഗങ്ങളെ വാങ്ങുവാനും മറ്റും സാധിക്കില്ല. അതിന് കുറച്ച് ഗവൺമെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെയുണ്ട്. അത് പൂർത്തിയായി വരുവാൻ കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ 3 മാസ കാലാവധിയും അത് കഴിഞ്ഞു പോയേക്കാം. തായ്സുവിന് മുമ്പിലുള്ളത് ആകെ 3 മാസമാണല്ലോ. അതുകൊണ്ട് അത്തരത്തിലൊരു ചാൻസ് എടുക്കാൻ അവന് പറ്റുമായിരുന്നില്ല. അന്ന് ഏവരോടും സംസാരിച്ച് മദ്യപാനം ഒക്കെ കഴിഞ്ഞ് തായ്സു കൂടെയുള്ള വ്യക്തിയുടെ ഒപ്പം സൂവിലെ തന്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു വരികയായിരുന്നു. ഒരിടത്തെത്തിയപ്പോ ഒരു കടുവയെ കണ്ട് തായ്സു പേടിച്ചു വിറച്ചു. പക്ഷേ അത് പേടിപ്പെടുത്തുന്ന ഒരു പ്രതിമ രൂപം മാത്രമായിരുന്നു. പിന്നാലെയാണ് തായ്സുവിന് കാര്യം മനസ്സിലാവുന്നത്. പണ്ട് മൃഗശാലയിൽ ജോലി നോക്കിയിരുന്ന ജോലി വിട്ടുപോയ അവിടുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് പണത്തിന്റെ ആവശ്യം കൊണ്ട് ആ പ്രതിമയെടുത്ത് കൊണ്ടുപോയി വിറ്റ് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു അത്. അടുത്ത ദിവസം തായ്സു ഹ്വാങ്ങുമായി സംസാരിച്ചു. സൂ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും അതിലെ പ്രതിസന്ധികളെപ്പറ്റിയും തായ്സു ഹ്വാങ്ങിനോട് പറഞ്ഞു. തായ്സുവിനെ കൊണ്ട് അത് സാധിക്കില്ലെങ്കിൽ ഒക്കെ ഉപേക്ഷിച്ച് തായ്സു തിരികെ പോന്നോളൂ എന്നായിരുന്നു ഹ്വാങ് പറഞ്ഞത്. ആ അവസരം നഷ്ടപ്പെടുത്തിയാൽ തനിക്ക് ചിലപ്പോൾ ഇനി മറ്റൊരു നല്ല അവസരം കിട്ടിയേക്കില്ല എന്ന് തായ്സുവിന് തോന്നി. അങ്ങനെ ഇട്ടിട്ട് പോരാനും തായ്സുവിന് സാധിക്കില്ലായിരുന്നു.
പിന്നാലെയാണ് തായ്സു സൂവിൽ മുമ്പ് നടത്തിയിരുന്ന ആനുവൽ സോഫ്റ്റ് ടോയ് കോണ്ടസ്റ്റിന്റെ കുറച്ച് ചിത്രങ്ങൾ അവിടുത്തെ ഭിത്തിയിൽ കാണുന്നത്. ആ ഒരു നിമിഷത്തിൽ തായ്സുവിന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അന്ന് സ്റ്റാഫുകളൊക്കെ വന്നപ്പോ തന്റെ ഐഡിയ തായ്സു അവരോട് പങ്കുവച്ചു. സംഭവം എന്തെന്നാൽ കണ്ടാൽ ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന കോസ്റ്റ്യൂംസ് ഉപയോഗിച്ച് മൃഗശാലയിലെ സ്റ്റാഫുകൾ തന്നെ അനിമൽസിന്റെ രൂപം കെട്ടി നിൽക്കുന്നതും ജനങ്ങളെ കബളിപ്പിക്കുന്നതുമായ ഒരു ഐഡിയ ആയിരുന്നു അത്. ഒറിജിനൽ മൃഗങ്ങളും വേഷം കെട്ടി അഭിനയിക്കുന്ന മൃഗങ്ങളും തമ്മിൽ കുറച്ച് ദൂരെ നിന്ന് കാണുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നും തന്റെ വാദം സമർത്ഥിക്കാൻ തായ്സു കൂട്ടിച്ചേർത്തു. തരക്കേടില്ലാത്ത ഐഡിയയായി കൂട്ടത്തിൽ പലർക്കും തോന്നിയിരുന്നു. സൂ സ്റ്റാഫുകൾ മൃഗശാലയെ സംരക്ഷിക്കാൻ തീരുമാനിച്ച് തായ്സുവിന്റെ പദ്ധതിക്കൊപ്പം ചേർന്നു. പക്ഷേ വെറ്ററിനേറിയനായ ഹാനിന് മാത്രം അതത്ര നല്ല പരിപാടിയായി തോന്നിയില്ല. അത് വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞ് ഹാൻ എഴുന്നേറ്റ് പോയി. പക്ഷേ ഹാനിനോട് സംസാരിച്ച് ഹാനിന്റെ ജീവിതമൊക്കെ ചൂണ്ടിയെടുത്ത് ഹാനിനെയും മൃഗശാല സംരക്ഷിക്കാൻ കൺവിൻസ് ചെയ്യിപ്പിക്കുവാൻ അവന് സാധിച്ചു. ഹാനിന്റെ ലൈഫ് സ്റ്റോറിയിൽ ഒരു പ്രധാന കാര്യമുണ്ട്. സൂയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു മൃഗമായ പോളാർ ബിയർ കാരണമായിരുന്നു അവളൊരു വെറ്ററിനേറിയനായത്. ബ്ലാക്ക് നോസ് എന്നായിരുന്നു ആ പോളാർ ബിയറിന്റെ പേര്. കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞതും തായ്സു ഹോളിവുഡ് സിനിമകൾക്ക് കോസ്റ്റ്യൂം ചെയ്യുന്ന ഒരു വ്യക്തിയെ പോയി കണ്ടു. അയാളോട് ആവശ്യമുള്ള കോസ്റ്റ്യൂമുകളുടെ കാര്യം പറഞ്ഞു. റിയലിസ്റ്റിക്കായ ലയൺ, ഗൊറില്ല, സ്ലോത്ത് ആൻഡ് പോളാർ ബിയർ എന്നിങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് തയ്യാറാക്കാനായിരുന്നു അവൻ ആവശ്യപ്പെട്ടത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അവരെ തേടി കോസ്റ്റ്യൂംസ് എത്തി. കണ്ടാൽ തീർത്തും ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന കോസ്റ്റ്യൂമുകൾ. പിന്നാലെ മുൻ ഡയറക്ടർ സിയോ അഭിനയിക്കാൻ വേണ്ടി ആക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്താലോ എന്നൊരാശയം തായ്സുവിനോട് ചോദിച്ചു. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നമ്മുടെ കള്ള് വെളിച്ചത്താകുമെന്നും അതോടെ പദ്ധതിയൊന്നും നടക്കാതെ വരുമെന്നും അതുകൊണ്ട് മൃഗശാലയിലെ സ്റ്റാഫുകളായ നമ്മൾ തന്നെ ഇതിന് മുൻകൈയെടുത്ത് ഇറങ്ങണം എന്നും തായ്സു ആവശ്യപ്പെട്ടു. മറ്റു വഴികളില്ലെന്ന് കണ്ടതും ഹാനും ഹൈക്യുങ്ങും ഗുൺവുക്കും സിയോയും യഥാക്രമത്തിൽ ലയണും സ്ലോത്തും ഗൊറില്ലയും പോളാർ ബിയറുമായി വേഷം കെട്ടാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങിലും അവർ ഏർപ്പെട്ടു. അത്യാവശ്യം ഓക്കെയായി എന്ന് തോന്നിയതും സൂവിന്റെ ഗേറ്റ് പബ്ലിക്കിനായി ഓപ്പൺ ചെയ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ കുറച്ച് കിൻഡർ ഗാർഡൻ കുട്ടികളെയും സീനിയർ സിറ്റിസണെയും ആയിരുന്നു അവർക്ക് വിസിറ്റേഴ്സായി ലഭിച്ചത്. സൂ സ്റ്റാഫുകൾ ആദ്യഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നാലെ അവരുടെ ജോലിയുടെ സ്വഭാവം അവർ പിടിച്ചെടുത്തു. വിസിറ്റേഴ്സിനെ കൃത്യമായി ഫൂൾ ചെയ്യാനും മറ്റും അവർക്ക് സാധിച്ചു. ഒത്തൊരുമിച്ചുള്ള അവരുടെ ആ ശ്രമഫലമായി ആ ഒരാഴ്ചയിൽ ഏകദേശം 75 വിസിറ്റേഴ്സ് സൂ സന്ദർശിച്ചു. പക്ഷേ സൂ ആക്റ്റീവായി തുറന്നുവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത്രയും വിസിറ്റേഴ്സ് വന്നാൽ മാത്രം മതിയാവുമായിരുന്നില്ല. ആളുകൾ കൂടുതൽ അട്രാക്റ്റീവ് ആകുക ജിറാഫിനെ പോലുള്ള മൃഗങ്ങളിലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കോസ്റ്റ്യൂംസ് തയ്യാറാക്കണം എന്ന് തായ്സു തീരുമാനിച്ചു. ഈ സമയം മറ്റൊന്നുകൂടി സംഭവിച്ചു. മൃഗശാല സ്റ്റാഫായ ഹൈക്യുങ്ങിന്റെ ബോയ് ഫ്രണ്ട് സങ്മിൻ അവളെ തേച്ചു. 5 കൊല്ലത്തെ അവളുടെ സമ്പാദ്യവും മറ്റും അവൻ അടിച്ചുമാറ്റി കൊണ്ടുപോയിരുന്നു. നിലവിൽ സൂവിനോട് ചേർന്ന ഒരു കൺവീനിയൻസ് സ്റ്റോറിലാണ് അവൻ ജോലി നോക്കുന്നത്. ഒരു ദിവസം ഹൈക്യുങ് കരയുന്നത് ഗൺവുക്ക് നോക്കിക്കണ്ടു. പിന്നെ പറയണ്ടല്ലോ, ഗൊറില്ല കോസ്റ്റ്യൂമും ധരിച്ച് സൂവിനടുത്തുള്ള സങ്മിൻ വർക്ക് ചെയ്യുന്ന സ്റ്റോറിലേക്ക് കടന്നു കയറിയ അവൻ സങ്മിനിന്റെ സ്റ്റോറാകെ കുളമാക്കിയിട്ടു. സങ്മിൻ പിന്നാലെ ഒരു ഗൊറില്ല വന്ന് തന്റെ കടയാക്രമിച്ചു എന്ന് പറഞ്ഞ് ആ വിഷയം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അവന്റെ സംസാരമൊക്കെ കേട്ടതും ഇവനെന്തോ ഭ്രാന്താണ് എന്നായിരുന്നു പോലീസ് വിലയിരുത്തിയത്. അടുത്ത ദിവസം സങ്മിൻ നേരെ സൂവിലേക്ക് തന്നെ കടന്നു ചെന്നു. ഗൊറില്ല വേഷത്തിലുണ്ടായിരുന്ന ഗുൺവുക്ക് വെറുതെ വിടുമോ? അവിടെ വെച്ച സങ്മിനെ ഗുൺവുക്ക് ആക്രമിച്ചു. പക്ഷേ ഈ പ്രോസസ്സിൽ സൂവിലെ സീക്രട്ട് സങ്മിനിന് മനസ്സിലായിരുന്നു. തായ്സുവിന്റെ സ്കാമ് മനസ്സിലായതും ഈ വിവരം താൻ പുറത്ത് റിപ്പോർട്ട് ചെയ്യും എന്നും പറഞ്ഞ സങ്മിൻ അവരെയൊക്കെ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. പക്ഷേ ഹൈക്യുൻ ഒരു തരത്തിൽ സങ്മിനെ സമാധാനിപ്പിച്ചു. ഗുൺവുക്ക് അവനോട് ക്ഷമ ചോദിച്ചു. വൈകാതെ അടുത്ത ദിവസം രാത്രി കോസ്റ്റ്യൂം ഡിസൈനിങ് ഇംപ്രൂവ്മെന്റ് എന്തായെന്നറിയുവാൻ കോസ്റ്റ്യൂം ഡിസൈനറെ കാണുവാൻ തായ്സു പുറപ്പെട്ടു ചെന്നു. പക്ഷേ ഡെപ്പോസിറ്റ് പണവുമായി കോസ്റ്റ്യൂം ഡിസൈനർ മുങ്ങിയിരുന്നു. ജിറാഫിന്റെ തല മാത്രമായിരുന്നു അയാൾ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നത്. പക്ഷേ തോറ്റു പിന്മാറാൻ തായ്സു ഒരുക്കമായിരുന്നില്ല. ജിറാഫിന്റെ തല വെച്ച് ഒരു കെട്ടിടത്തിനുള്ളിലെന്ന പോലെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു മെഷീനിൽ അത് ഘടിപ്പിച്ച് വിസിറ്റേഴ്സിനെ കബളിപ്പിക്കാൻ തായ്സുവിന് കഴിഞ്ഞു. ഈ സമയം പോളാർ ബിയർ വേഷം കെട്ടിയിരുന്ന സിയോ ആകട്ടെ തുടർച്ചയായി കുറേയധികം സമയം വെയിലിൽ കഴിയേണ്ടി വന്നതുകൊണ്ട് എക്സോസ്റ്റഡായി അവശനിലയിൽ വീണിരുന്നു. മറ്റു വഴിയില്ലെന്ന് കണ്ടതും സിയോയുടെ റോൾ തായ്സു ഏറ്റെടുത്തു. പോളാർ ബിയറായി വിസിറ്റേഴ്സിന്റെ മുമ്പിലേക്കെത്തിയ തായ്സുവിന് പെട്ടെന്ന് തന്നെ ഒരു കാര്യം വ്യക്തമായി. മൃഗങ്ങളുടെ വേഷത്തിൽ വിസിറ്റേഴ്സിനെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഈ ജോലി അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. വിസിറ്റേഴ്സ് ഓരോ വസ്തുക്കൾ മൃഗങ്ങളുടെ ദേഹത്തേക്കെന്ന പോലെ വലിച്ചെറിയും. ആ കൂട്ടത്തിൽ ഒരു കൊക്കക്കോള ബോട്ടിലും ഉണ്ടായിരുന്നു. കുറേ അധികം നേരം വെയിലത്ത് ആ കോസ്റ്റ്യൂമും ഇട്ട് തുടരുകയാണല്ലോ. കുറച്ചു സമയം പിന്നിട്ടതും തായ്സുവും അവശനിലയിലായി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും വിസിറ്റേഴ്സിൽ ഒരാൾ എറിഞ്ഞിട്ട് കൊക്കക്കോള ബോട്ടിലെടുത്ത് തുറന്നവൻ കുടിക്കാൻ ആരംഭിച്ചു. അപ്പോഴായിരുന്നു അതുവഴി മറ്റ് 2 വിസിറ്റേഴ്സ് വന്നത്.
അവർ അത് കണ്ട് അത് വീഡിയോയിൽ പകർത്തിയെടുത്തു. പിന്നാലെ സൂവിലേക്ക് JHന്റെ ഒരു റെപ്രസെന്റേറ്റീവ് വന്നിരുന്നു. സൂവിലേക്ക് മൃഗങ്ങളെ വാങ്ങുവാനുള്ള ഫണ്ടും അനുവാദവും തായ്സു ചോദിച്ചിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിയിക്കാനായിരുന്നു JHന്റെ സ്റ്റാഫ് എത്തിയിരുന്നത്. സൂ ഒന്ന് ചുറ്റിക്കാണിച്ച് തരക്കേടില്ലാത്ത രീതിയിൽ സൂ നടന്നു പോകുന്നുണ്ട് എന്ന് റെപ്രസെന്റേറ്റീവിനെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച ശേഷം നല്ല രീതിയിൽ അയാളെ തായ്സു യാത്രയാക്കി. അടുത്ത ദിവസം തായ്സുവിന്റെ സുഹൃത്തും JHലെ എംപ്ലോയിയുമായ സോങ്ങിന്റെ കോൾ വന്നു. അടുത്ത ദിവസം കുട്ടികൾക്കൊപ്പം മൃഗശാല സന്ദർശിക്കാൻ താൻ വരുന്നുണ്ട് എന്നറിയിച്ചുകൊണ്ടായിരുന്നു അത്. സോങ്ങുമായി സംസാരിക്കുന്ന സമയത്ത് തന്റെ ഒരു സംശയം തായ്സു സോങ്ങിനോട് തിരക്കി. JH എന്തിനു വേണ്ടിയാണ് ക്ലയന്റായ ഗബ്രിയേൽ എന്ന കമ്പനിക്ക് വേണ്ടി ഈ സൂ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഇത്രയധികം ശ്രമിക്കുന്നത് എന്നതായിരുന്നു അവന്റെ ചോദ്യം. അതും മൃഗങ്ങളെ വാങ്ങാനടക്കം ഒരുപാട് പണം JH ഇതിനു വേണ്ടി മുടക്കുന്നുമുണ്ട്. അപ്പോഴാണ് സോങ്ങിൽ നിന്ന് തായ്സു ഞെട്ടിക്കുന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഗബ്രിയേൽ ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ഹ്വാങ്ങിന്റെ തന്നെ ഷെൽ കമ്പനിയാണ്. ഹ്വാങ്ങിന് കിട്ടുന്ന കൈക്കൂലിപ്പണമൊക്കെ വൈറ്റ് മണി ആക്കുവാൻ അയാൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു ഗബ്രിയേൽ എന്ന കമ്പനി. പിന്നാലെയാണ് ഒന്ന് സംഭവിച്ചത്. സൂവിലേക്ക് വിസിറ്റേഴ്സിന്റെ വലിയ തോതിൽ തിരക്ക് വരാൻ ആരംഭിച്ചു. ആദ്യമൊന്നും അവർക്കൊന്നും മനസ്സിലായതേയില്ല. പിന്നാലെ കാര്യം വ്യക്തമായി. സംഭവം എന്തെന്നാൽ തലേ ദിവസം പോളാർ ബിയർ വേഷത്തിലുണ്ടായിരുന്നപ്പോൾ തായ്സു ഒരു കൊക്കക്കോള കുടിച്ചിരുന്നല്ലോ. അതിന്റെ വീഡിയോ ഓൺലൈനിൽ വൈറലായി. കൊക്കക്കോള കുടിക്കുന്ന പോളാർ ബിയറിനെ കാണുവാനാണ് ആളുകൾ തടിച്ചുകൂടി എത്തിയിരിക്കുന്നത്. എന്തായാലും വിസിറ്റേഴ്സിന്റെ വരവ് തായ്സുവിനെയും മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുന്നതായിരുന്നു. പതിവ് പോലെ അവർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. വിസിറ്റേഴ്സിനെയൊക്കെ വിഡ്ഢികളാക്കാൻ അവർക്ക് കഴിഞ്ഞു. സൂ വീണ്ടും വലിയ തോതിൽ ആക്റ്റീവായി വരാൻ ആരംഭിച്ചിരുന്നു. നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും സൂവിലേക്ക് എത്തിച്ചേരാൻ ആരംഭിച്ചു. ആ ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും $1,00,000 സൂവിന് പ്രോഫിറ്റ് ഇനത്തിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഏവരും ഏറെ സന്തോഷിച്ച നിമിഷമായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബ്രേക്കപ്പിലേറെ ദുഃഖിതയായിരുന്ന ഹൈക്യുങ് സങ്കടത്തിലിരിക്കുന്നത് ഗൺബുക്ക് കണ്ടു. ഗൺബുക്ക് അവളുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അവളെ താൻ ഡിന്നറിന് കൂട്ടിക്കൊണ്ടുപോകാം എന്നവൻ പറഞ്ഞു. അന്ന് രാത്രിയിൽ തായ്സു ഒരു കാഴ്ച കണ്ടു. ബ്ലാക്ക് ന്യൂസ് പുറത്തിറങ്ങി പിറ്റിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. മുന്നിലേക്ക് നടന്നപ്പോ ഹാനിനെയും തായ്സു നോക്കിക്കണ്ടു. കുട്ടിക്കാലത്തെ ഒരു വീഡിയോ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹാൻ. ബ്ലാക്ക് ന്യൂസിനെ അവൾ കുട്ടിയായിരുന്നപ്പോ അവൾ മൃഗശാലയിൽ വന്ന് കണ്ടതിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. ബ്ലാക്ക് ന്യൂസ് എപ്പോഴും കേജിലല്ലേ, കുറച്ച് ഫ്രഷ് എയർ കിട്ടാൻ അവനെ താൻ പുറത്തേക്ക് ഇറക്കിയതാണ് എന്നവൾ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഇരുവരും സംസാരിച്ചു നടക്കാൻ തുടങ്ങി. ബ്ലാക്ക് ന്യൂസിന്റെ മോശമായി വരുന്ന സ്വഭാവത്തെപ്പറ്റി ഹാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. സൂ എത്രമാത്രം സ്പേഷ്യസ് ആണെങ്കിലും ഒരു പോളാർ ബിയറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സിമന്റ് കേജ് മാത്രമാണ് എന്നവൾ വ്യക്തമാക്കി. ഒരിക്കൽ തനിക്ക് മുമ്പിൽ ഒരവസരം വന്നതാണെന്നും പോളാർ ബിയറിനെ കാനഡയിലേക്ക് അയച്ച് അവിടുത്തെ വന്യതയിൽ അതിന് ജീവിക്കാൻ കഴിയേണ്ടിയിരുന്നതാണെന്നും പക്ഷേ തനിക്ക് അതിനുവേണ്ടി ഏറ്റവും നല്ലത് ചെയ്യാം എന്ന് വിചാരിച്ച് അതിനെ ഇവിടെ നിർത്തുകയാണ് താൻ ചെയ്തതെന്നും വേദനയോടെ ഹാൻ പറഞ്ഞു. അന്നത്തെ അവളുടെ ആ തീരുമാനത്തിൽ അവൾക്ക് ദുഃഖമുണ്ടായിരുന്നു. രണ്ടു വഴിക്കായി യാത്ര പറഞ്ഞ് പിരിയുന്നതിനു മുമ്പ് തായ്സുവിനോട് വീണ്ടും മൃഗശാല ആക്റ്റീവാക്കി എടുത്തതിന് അവൾ നന്ദി അറിയിച്ചു. അടുത്ത ദിവസം ഹ്വാങ് തായ്സുവിനെ JHലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. JHൽ മികച്ചൊരു പൊസിഷൻ തായ്സുവിന് ഹ്വാങ് ഓഫർ ചെയ്തു. ആ വാർത്ത തായ്സുവിനെ അത്രമേൽ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. അവൻ ഒരുപാട് വർഷം സ്വപ്നം കണ്ടതായിരുന്നല്ലോ അത്. പക്ഷെ പെട്ടെന്ന് തന്നെ തായ്സുവിന്റെ ആ സന്തോഷമില്ലാതായി. സൂ അടച്ചുപൂട്ടി അത് തകർക്കാൻ പോവുകയാണെന്നും അവിടെ ഒരു റിസോർട്ട് പണിയാൻ പോവുകയാണ് എന്നും ഹ്വാങ് പറഞ്ഞത് കേട്ടപ്പോൾ ആയിരുന്നു അത്. സൂവിന്റെ ചുറ്റിലുമായി റാക്വാൻ ഗ്രൂപ്പ് 25 മില്യൺ സ്ക്വയർ ഫീറ്റ് ലാൻഡ് വാങ്ങിയിട്ടുണ്ടെന്നും അവർക്ക് സൂ കൂടി വാങ്ങിയെടുക്കാൻ താല്പര്യമുണ്ടെന്നും അത് മനസ്സിലാക്കിയാണ് ഹ്വാങ്ങിന്റെ ഷെൽ കമ്പനി ഗബ്രിയേൽ ഇടയിൽ കയറി ആ സ്ഥലം വാങ്ങിയെടുത്തതെന്നും ഹ്വാങ് തായ്സുവിനെ അറിയിച്ചു. പക്ഷെ ഇതിലെ കളിയതൊന്നുമല്ല. അതിനുശേഷമാണ് പൂട്ടിക്കെട്ടാറായിരുന്ന സൂ ആക്റ്റീവ് ആക്കുവാൻ തായ്സുവിനെ ഹ്വാങ് ഗബ്രിയേലിന് വേണ്ടി നിർദ്ദേശിക്കുന്നത്. നിലവിലിപ്പോ സൂ ആക്റ്റീവായി. അതിന്റെ പേരിൽ റാക്വാൻ ഗ്രൂപ്പിന് വലിയൊരു തുകയ്ക്ക് തന്നെ സൂ വിൽക്കാൻ സാധിക്കും. വളരെ വലിയ പ്രോഫിറ്റാണ് ഗബ്രിയേൽ എന്ന കമ്പനിക്കും ഹ്വാങ്ങിനും വരാൻ പോകുന്നത്. സൂ വിൽക്കുന്നതിനെതിരെ ഹ്വാങ്ങിനെ കൺവിൻസ് ചെയ്യാൻ തായ്സു പരമാവധി ശ്രമിച്ചു. പക്ഷെ അയാൾ സമ്മതിക്കുന്നേയുണ്ടായിരുന്നില്ല. ദുഃഖത്തോടെയായിരുന്നു തായ്സു അന്ന് സൂവിലേക്ക് മടങ്ങിയെത്തുന്നത്. അങ്ങോട്ടേക്ക് എത്തിയപ്പോഴോ അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ ചേർന്ന് ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. സൂവിന്റെ സക്സസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അത്. സൂവിലേക്ക് തിരികെ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് സൂവിലെ പഴയ എംപ്ലോയീസും എത്തിച്ചേർന്നിരുന്നു. പഴയ എംപ്ലോയീസ് തങ്ങളുടെ പഴയ ജീവിതം തിരിച്ചു തന്നതിന് തായ്സുവിനോട് നന്ദി പറയാനും മറ്റും ആരംഭിച്ചു. അവരെല്ലാവരും ആഘോഷത്തിലും സന്തോഷത്തിലുമാണെന്ന് കണ്ടതും തായ്സുവിന് സത്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് സൂവിലെ ഫോർമർ എംപ്ലോയിയായ വ്യക്തി കടന്നുവരുന്നത്. സൂ വിൽക്കാൻ പോകുന്നതും റാക്വാൻ ഗ്രൂപ്പ് അത് വാങ്ങാൻ പോകുന്നതുമായ കാര്യം അവൻ അറിഞ്ഞിരുന്നു. അവൻ അക്കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും വിശദീകരിച്ചു. റാക്വാൻ ഗ്രൂപ്പ് സൂ തകർത്ത് അവിടെ റിസോർട്ട് പണിയാൻ പോവുകയാണ് എന്നും അവൻ വ്യക്തമാക്കി.
വ്യക്തമാക്കി. വീണ്ടും മറച്ചുവെക്കാൻ തായ്സുവിന് തോന്നിയില്ല. അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് തായ്സു അംഗീകരിച്ചു. അതോടെ ഡിസപ്പോയിന്റഡ് ആയി സൂവിലെ മുൻകാല ജോലിക്കാർ അവിടെ നിന്ന് പോവുകയാണ്. ഹാനും മറ്റുള്ളവരും തായ്സു തങ്ങളെ ചതിച്ചു എന്നായിരുന്നു ചിന്തിച്ചത്. കാര്യങ്ങൾ തായ്സു പറയാൻ ശ്രമിച്ചെങ്കിലും അതൊന്ന് കേൾക്കാൻ പോലും അവർ മനസ്സുവെച്ചില്ല. മനസ്സില്ലാ മനസ്സോടെ മറ്റു വഴികളില്ലാതെ തായ്സു അവിടെ നിന്നും ജയിച്ച് ഓഫർ ചെയ്ത് തന്റെ പുതിയ ജോലിക്ക് സോളിലേക്ക് എത്തി. തന്റെ പുതിയ ജീവിതവുമായി പൊരുത്തപ്പെട്ട് മുമ്പോട്ടു പോകുവാൻ തായ്സു ശ്രമിക്കാൻ ആരംഭിച്ചു. പക്ഷേ എന്നിരുന്നാലും സൂവിന്റെയും അവിടുത്തെ എംപ്ലോയീസിന്റെയും അവസ്ഥയാലോചിച്ചപ്പോ തായ്സുവിനെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. വലിയ കുറ്റബോധം തായ്സുവിനെ പിടികൂടിക്കൊണ്ടിരുന്നു. മറുവശത്ത് റാക്വാൻ ഗ്രൂപ്പ് സൂ തകർക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുവാൻ അങ്ങോട്ടേക്ക് ആളുകളുമായി എത്തിയിരുന്നു. അവരുമായി മുൻ ഡയറക്ടറായ സിഒ വലിയൊരു പ്രശ്നത്തിൽ തന്നെ ഏർപ്പെട്ടു. സൂവിനെ അയാൾ അത്രമേൽ സ്നേഹിച്ചിരുന്നു. ആ പ്രശ്നത്തിൽ സിഒക്ക് പരിക്കേൽക്കുക പോലും ചെയ്തു. സിഒ ആശുപത്രിയിൽ അഡ്മിറ്റായി. സ്റ്റാഫുകളും സിഒയെ കാണുവാൻ ചെന്നിരുന്നു. അവിടെ വെച്ച് സംസാരിച്ചപ്പോ തനിക്ക് തോന്നിയൊരു സൊല്യൂഷൻ ഹാൻ പറഞ്ഞു. സൂ ജനങ്ങൾക്ക് വേണ്ടി തുറക്കാമെന്നും റാക്വാൻ സൂ തകർക്കാൻ പോകുന്നതിനെ പറ്റി പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ക്യാമ്പയിൻ ചെയ്യാം, റാക്വാൻ ഗ്രൂപ്പിനെതിരെ വിമർശനങ്ങൾ ഉയർത്താം എന്നതായിരുന്നു ഹാനിന്റെ പദ്ധതി. അവരുടെ പദ്ധതി വിജയിച്ചു. വിഷയം മീഡിയയും പരിസ്ഥിതി പ്രവർത്തകരുമടക്കം ഏറ്റെടുത്തു. റാക്വാൻ ഗ്രൂപ്പിനെതിരെ വലിയ ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും തന്നെ ഉണ്ടാവാൻ തുടങ്ങി. റാക്വാൻ ഗ്രൂപ്പിന്റെ ഇമേജിനെയും അത് വലിയ തോതിൽ ബാധിച്ചു. നടക്കുന്ന ആ പ്രശ്നങ്ങൾ റാക്വാൻ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് റിയോങ്ങിനെ ചൊടിപ്പിച്ചിരുന്നു. ഹ്വാങ്ങുമായി റിയോങ് ഒരു മീറ്റിംഗ് നടത്തി. പ്രശ്നമുണ്ടാക്കുന്ന എംപ്ലോയീസിനെ സൂവിൽ നിന്ന് പുറത്താക്കാമെന്നും കാര്യങ്ങൾ പരിഹരിക്കാം എന്നും ഹ്വാങ് റിയോങ്ങിനെ അറിയിച്ചു. റിയോങ് ഒട്ടും തൃപ്തിയായിരുന്നില്ല. കമ്പനിയുടെ പേര് മോശമാവുന്നതിൽ റിയോങ്ങിന് വലിയ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. പിന്നാലെ ഹ്വാങ് കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചു. ആ സമയത്താണ് ഹൈക്യുങ്ങിന്റെ എക്സ് ബോയ് ഫ്രണ്ട് സങ്മിൻ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ഹ്വാങ്ങിനടുക്കൽ സൂവിലെ ഫേക്ക് അനിമൽസിനെ പറ്റി സങ്മിൻ തുറന്നു പറഞ്ഞു. സങ്മിൻ ഓഫീസിൽ നിന്ന് പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന തായ്സു ശ്രദ്ധിച്ചിരുന്നു. സങ്മിൻ തങ്ങളെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. സങ്മിൻ പറഞ്ഞത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ ഹ്വാങ്ങും അസിസ്റ്റന്റും കൂടി നേരെ സൂവിലേക്ക് പുറപ്പെട്ടു. ജനങ്ങൾക്ക് മുമ്പിൽ ഹ്വാങ് അവരെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കും എന്ന് തായ്സുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തായ്സു വേഷം കെട്ടി നിൽക്കുന്ന ജീവനക്കാർക്ക് ആദ്യമേ ചെന്ന് നിർദ്ദേശം കൊടുത്തു. പിന്നാലെയായിരുന്നു ഹ്വാങ്ങും അസിസ്റ്റന്റും കടന്നു വരുന്നത്. പോളാർ ബെയറുള്ള ഇടത്തേക്കായിരുന്നു ആദ്യമേ അവർ കടന്നു ചെല്ലാൻ ശ്രമിച്ചത്. ഹാൻ ഹ്വാങ്ങിനെ തടയാൻ ശ്രമിച്ചു. പിന്നാലെ അങ്ങോട്ടേക്ക് തായ്സുവും എത്തിച്ചേർന്നു. സൂവിലെ മൃഗങ്ങളെ പറ്റിയുള്ള സത്യങ്ങൾ പറയാൻ തായ്സുവിനോട് ഹ്വാങ് ആവശ്യപ്പെട്ടു. പക്ഷെ തനിക്കറിയില്ല എന്ന ഭാവം തന്നെയായിരുന്നു തായ്സു ആവർത്തിച്ചത്. ക്ഷുഭിതനായ ഹ്വാങ് ആകട്ടെ പിന്നാലെ പോളാർ ബെയറുള്ള കേജിന്റെ അകത്തേക്ക് കയറി ചെന്നു. ഒറിജിനൽ പോളാർ ബെയർ ബ്ലാക്ക് നോസിനെ കണ്ട് അതും കോസ്റ്റ്യൂമാണ് എന്നായിരുന്നു ഹ്വാങ് തെറ്റിദ്ധരിച്ചത്. അതിന്റെ പേരിൽ ബ്ലാക്ക് നോസിനെ ഹ്വാങ് വെല്ലുവിളിച്ചു. പിന്നെ പറയണ്ടല്ലോ, ബ്ലാക്ക് നോസ് വന്ന് ഹ്വാങ്ങിനെ ആക്രമിക്കുകയാണ്. ജീവൻ വരെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. ഏവരും ചേർന്നിട്ടായിരുന്നു ഹ്വാങ്ങിനെ രക്ഷപ്പെടുത്തിയത്. ആ പ്രശ്നത്തോടെ ബ്ലാക്ക് നോസിനെ ഒന്ന് കാമാക്കുവാൻ ഹാൻ ബ്ലാക്ക് നോസിനെ പിറ്റിലേക്ക് തുറന്നുവിട്ടു. ആദ്യഘട്ടത്തിൽ ഹ്വാങ് പോവാനിറങ്ങിയതാണ്. പിന്നാലെ വീണ്ടും ഒരു സംശയം കൂടി തോന്നി. പോളാർ ബിയറിനെ ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ ഹ്വാങ് ചെന്നു. ആ ഒരു നിമിഷത്തിലാണ് ജിറാഫും ഫേക്കാണ് എന്ന് ഹ്വാങ് നോക്കിക്കാണുന്നത്. അതോടെ പോളാർ ബിയറും ഫേക്കായിരിക്കും എന്ന് ഹ്വാങ് അങ്ങ് ഉറപ്പിച്ചു. ബ്ലാക്ക് നോസ് ഉള്ള പിറ്റിലേക്ക് കടന്നു ചെന്ന ഹ്വാങ് ബ്ലാക്ക് നോസിനെ വീണ്ടും വെല്ലുവിളിച്ചു. പറയണോ, ബ്ലാക്ക് നോസ് ഹ്വാങ്ങിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതോടെ ഹ്വാങ് ബോധം കെട്ടു വീണു. ബോസിനെ രക്ഷപ്പെടുത്താൻ തായ്സുവിന് ഇറങ്ങാതെ പറ്റില്ലായിരുന്നു. പോളാർ ബിയറിന്റെ കോസ്റ്റ്യൂം ധരിച്ച് പോളാർ ബിയറെ പോലെ ബ്ലാക്ക് നോസിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന് തായ്സു ബ്ലാക്ക് നോസിന്റെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു. ആ ശ്രമം വിജയിച്ചു. ഹ്വാങ്ങിനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ബ്ലാക്ക് നോസ് ദേഷ്യത്തിൽ തായ്സുവിനെ അറ്റാക്ക് ചെയ്തിരുന്നു. ആ അറ്റാക്കിനിടയിൽ തായ്സുവിന്റെ കോസ്റ്റ്യൂം ബ്ലാക്ക് നോസ് കടിച്ചെടുത്തു. അതോടെ അവർ അത്രനാൾ സൂക്ഷിച്ച കള്ളത്തരം പബ്ലിക്കിന് മുമ്പിൽ വെളിപ്പെടുകയാണ്. ഒരു തരത്തിൽ തായ്സുവിനും ബ്ലാക്ക് നോസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു. ശേഷം തായ്സു സൂവിലെ എംപ്ലോയീസുമായി സംസാരിച്ചു. അവരോട് മാപ്പ് ചോദിച്ചു. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും താനൊറ്റയ്ക്ക് ഏറ്റെടുത്തോളാം, അവർക്ക് പ്രശ്നമൊന്നും വരില്ല എന്ന് തായ്സു അവരോടായി പറഞ്ഞു. പക്ഷേ അവരാരും തായ്സുവിനെ അതിനനുവദിച്ചില്ല. നിങ്ങളെപ്പോലെ ഞങ്ങളും ഇതിൽ പങ്കാളികളാണെന്നും ഒറ്റയ്ക്ക് തെറ്റ് ഏറ്റെടുക്കാൻ സമ്മതിക്കില്ല എന്നവർ പറഞ്ഞു. ബ്ലാക്ക് നോസിനും ബാക്കിയുള്ള മറ്റു മൃഗങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്ന് ഹാനും മറ്റുള്ളവരും പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തായ്സുവിന് മറ്റൊരു ഐഡിയ തോന്നുകയാണ്. ഈ സൂ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കും എന്ന് വളരെ കോൺഫിഡന്റായി അവൻ പറഞ്ഞു. എന്തോ അവൻ ആലോചിച്ചുറപ്പിച്ചിരുന്നു. അടുത്ത ദിവസം തന്നെ സൂ വാങ്ങാൻ പോകുന്ന റാക്വാൻ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് റിയോങ്ങിനെ അവൻ ചെന്ന് കണ്ടു. അവർക്ക് മുമ്പിലേക്ക് അവനൊരു പ്രപ്പോസൽ വെച്ചു. റിയോങ്ങിന്റെ കമ്പനി എന്തായാലും അവിടെ ഒരു റിസോർട്ട് പണിയാൻ പോവുകയാണ്. റിസോർട്ടിനോട് ചേർന്ന് ഒരു എക്കോളജിക്കൽ പാർക്കും കൂടി പണിതാൽ അത് റിസോർട്ടിന് വലിയ മൈലേജ് കൊടുക്കും. മാത്രമല്ല പ്രകൃതി വിരുദ്ധതയാണ് റിയോങ്ങിന്റെ കമ്പനി പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ള ഇമേജും ജനങ്ങൾക്ക് മുമ്പിൽ അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. റാക്വാൻ ഗ്രൂപ്പ്
ഗ്രൂപ്പിന് വലിയ തോതിൽ മൈലേജ് ലഭിക്കും. എക്കോളജിക്കൽ പാർക്കിൽ നിന്നും മറ്റുമായി നല്ല തോതിൽ വരുമാനവും റിസോർട്ടിന് കൂടുതൽ മൈലേജും അത്തരത്തിലൊരു പദ്ധതി മൂലം ലഭിക്കും. നല്ലൊരു ആശയമായി റിയോങ്ങിനും അത് തോന്നി. റിയോങ് അതിന് സമ്മതം മൂളി. ഈ ഒരു സംഭവത്തിന് ഗബ്രിയേൽ കമ്പനിയെയും കൂടി ബോർഡിലേക്ക് ഉൾപ്പെടുത്തണമെന്നും അത് തായ്സുവിന്റെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി റിയോങ് പറഞ്ഞു വെച്ചു. സോങ്ങിന്റെ സഹായത്തോടെ തായ്സു അതിനും ഒരു വഴി കണ്ടെത്തി. ഹ്വാങ്ങിന്റെ കള്ളപ്പണം വെളുപ്പിക്കാനാണല്ലോ ഷെൽ കമ്പനിയായ ഗബ്രിയേൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ തെളിവുകൾ തായ്സു ശേഖരിച്ചു. പിന്നാലെ അത് വെച്ച് ഹ്വാങ്ങിനെ ഭീഷണിപ്പെടുത്തി. റിയോങ് പറയുന്ന പോലെ ഹ്വാങ് സമ്മതിച്ചില്ലെങ്കിൽ ഹ്വാങ്ങിന്റെ ആ വിവരങ്ങൾ താൻ പ്രസ്സിലേക്കും പോലീസിലേക്കും പുറത്തുവിടും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ഹ്വാങ്ങിന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. വളരെ വലിയ ലാഭമൊന്നും എടുക്കാതെ നല്ല രീതിയിൽ ഹ്വാങ്സു റാക്വാൻ ഗ്രൂപ്പിന് കൈമാറി. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വലിയൊരു കോൺഫറൻസ് നടക്കുകയാണ്. കോൺഫറൻസിലേക്ക് റാക്വാൻ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് റിയോങ് കയറി വന്നു. റാക്വാൻ ഗ്രൂപ്പിന്റെ അഭിമാനമായ എക്കോ പാർക്കിനെ പറ്റിയുള്ള വീഡിയോ അടക്കം പ്രദർശിപ്പിച്ച് അവർ വിശദീകരിക്കാൻ ആരംഭിച്ചു. കാട് പോലെ നിരവധി മൃഗങ്ങൾ എക്കോ ഫ്രണ്ട്ലിയായി ജീവിക്കുന്ന ഒരിടമായി റാക്വാൻ ഗ്രൂപ്പിന്റെ എക്കോ പാർക്ക് മാറിയിരുന്നു. മുമ്പുണ്ടായിരുന്ന എംപ്ലോയീസ് ഒക്കെയും ആ പാർക്കിലേക്ക് ജീവനക്കാരായി ജോയിൻ ചെയ്തിരുന്നു. മാത്രമല്ല പ്രായമേറിയ ബ്ലാക്ക് ന്യൂസിനെ അവർ കാനഡയിലേക്ക് അതിനെ ചേർന്ന് അതിന്റെ വന്യതയിലേക്ക് മാറ്റി. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം തായ്സുവും ഹാനും ഒന്നിച്ച് കാനഡയിലെത്തി. വന്യതയിൽ സന്തോഷത്തോടെ കഴിയുന്ന ബ്ലാക്ക് ന്യൂസിനെ നേരിൽ കണ്ടു. വല്ലാത്തൊരു സംതൃപ്തി ഹാനിനും തായ്സുവിനും തോന്നുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ രസകരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.